ഹലോ ഗായ്സ്, ഞാൻ മഞ്ജു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറെ ചർച്ചാ വിഷയമായ നമ്മുടെ അർജുൻ മനാഫ് ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയാനാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയുന്നത് ഞാൻ ആരുടെയും ഭാഗം ന്യായീകരിക്കുകയോ ആരെയും സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുകയല്ല. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും നമ്മുടെ മലയാളികളും കേരളം ഒന്നാകെ നമ്മൾ കാത്തിരുന്നൊരു കാര്യം നമ്മൾ അർജുനെ കുറിച്ചിട്ടാണ്. ഇത്രയും ദിവസം ഒരു വിവരമില്ലാതെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അർജുൻ്റെ വിഷയം പോലെ നമ്മൾ വേറൊരു കാത്തിരുന്ന ഒരു ഒരു സബ്ജക്റ്റ് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ അത്രയും ദിവസം നമ്മൾ അവരെ കാത്തിരുന്ന് നമ്മൾ എന്താണ് അവരുടെ ഓരോ ദിവസവും. കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് അർജുൻ ഒരു ദിവസം ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, അവൻ എന്തായാലും തിരിച്ചു വരും. നമ്മുടെ ഈ സിനിമയിൽ കാണുന്നത് ഞാനൊക്കെ പ്രതീക്ഷിച്ചതാണ്, ഇതിഹാസ പുരുഷനെ പോലെ തിരിച്ചു വരും, ഒരു ദിവസം അജയനായി തിരിച്ചു വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു. കാരണം യാതൊരുവിധ ഒരു തുമ്പും കണ്ടാത്തതായപ്പോൾ നമ്മൾ ഉറപ്പിച്ചു എന്തായാലും അവന് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷെ അത്രയും ദിവസം ഒരു നമ്മുടെ അർജുനെ ബോഡി തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അതിലൊരാൾ മനാഫാണ്. ഈ മനാഫ് എന്ന ചേട്ടൻ അവിടെ എത്രയും ദിവസം ഉണ്ടായിരുന്നു. ഒരു ലോറി ഡ്രൈവർ എന്നതിലുപരി സാധാരണ ഒരു ലോറി ഉടമ സാധാരണ നമുക്കറിയാം, ഒരു പ്രശ്നമൊക്കെ വന്നാൽ അവർ വേഗം അത് ഒത്തുതീർപ്പാക്കി പോകാനേ ശ്രമിക്കും. പക്ഷേ ഇയാൾ അത്രയും ദിവസം അവിടെ നിന്നു. ആ ഒരു ബോഡി കിട്ടിയ സമയത്ത് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അവന് ഇതിൽ തന്നെ ഉണ്ടാകുന്നു, അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു എന്ന്. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സംസ്കാരം കഴിഞ്ഞപ്പോഴാണ് അർജുൻ്റെ ഫാമിലി നമ്മുടെ പ്രസ് ക്ലബ്ബ് വിളിച്ചിട്ട് മനാഫിനെതിരെ ഒരുപാട് പരാമർശങ്ങൾ ഉന്നയിച്ചത്. ഓക്കെ, അതൊക്കെ ശരിയായിരിക്കും, അവരുടെ ഭാഗത്ത് ന്യായങ്ങൾ ഉണ്ടാവാം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും കൂടെ നിന്നിട്ട് പെട്ടെന്ന് അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. ഇപ്പോഴും അർജുൻ്റെ ഫാമിലിക്ക് തീർച്ചയായും ന്യായങ്ങളുണ്ടാവും. ഒരിക്കലും നമ്മൾ അവരെ കുറ്റപ്പെടുത്താറില്ല, കാരണം അവർക്ക് അവരുടേതായ ന്യായങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ഇത്രയും ദിവസം നമ്മൾ സഹായിച്ചൊരു വ്യക്തി എന്ന നിലയിൽ അവർക്കും സങ്കടമാകും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇത്. കാരണം മനാഫ് ചേട്ടനെ സപ്പോർട്ട് ചെയ്തോ, നമ്മുടെ അർജുൻ ഫാമിലി സപ്പോർട്ട് ചെയ്തോ അല്ല, നമ്മളെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന അർജുൻ്റെ ഫാമിലിക്ക് ഒരുപാട് സൈബർ ആക്രമണം നേരിടുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് അവർ ഭയങ്കര നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം അത് ഇവർ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ്, ജസ്റ്റ് ഈ പബ്ലിക് പറയുന്ന സമയത്തൊന്നും അവർ പരസ്പരം പറഞ്ഞു തീർത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് പോകില്ലായിരുന്നു. കാരണം എന്താ പറയുക, എനിക്കെന്തോ അത് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമാണ്. കാരണം നമ്മൾ അത്രയും അത്രയും കാത്തിരുന്ന ഒരു സബ്ജക്റ്റിൽ നിന്ന് പെട്ടെന്നൊരു മാറിയപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം. പെട്ടെന്നൊരു അവരുടെ പ്രതികരണം നമുക്ക് ഭയങ്കര എല്ലാവർക്കും ഷോക്കായി. എന്നാൽ സത്യം ഒരു ദിവസം പുറത്ത് വരും. അതുപോലെ നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്കെല്ലാം കാരണം ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ തന്നെ അർജുൻ്റെ ഫാമിലി മനാഫിൻ്റെ ആ ഒരു ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.